ഹലോ ഹെഡ്മിയിലിടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ദാ ഇന്നും പുതിയൊരു വ്ളോഗുമായിട്ട് എത്തിയിട്ടുണ്ടേ. ഉടുപ്പില്ലാതെ നിൽക്കുക അറിയാമല്ലോ, ഞാൻ പറയുമല്ലോ ഉടുപ്പിട്ടോണ്ട് നിൽക്കണേന്ന്. അറിയാമല്ലോ ഞാൻ വീഡിയോ എടുക്കുമെന്ന്. ഇന്നലെയാണ് ഇതിൻ്റെ മേൽഭാഗം പ്ലാസ്റ്ററിങ് കഴിഞ്ഞത്. അപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം അവിടെ തന്നെ വീണ് കിടക്കത്തക്ക രീതിയിൽ ആ പൈപ്പിനെ ഒന്ന് മാറ്റുവാണ് ടെമ്പററി ആയിട്ട്. അപ്പോൾ അതിനുള്ള പണിയിലാണ് ജോസൻ. അപ്പോൾ എപ്പോൾ മഴ പെയ്താലും വെള്ളം അവിടെ തന്നെ വീണോളൂ. ഓവൊക്കെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടല്ലോ. ഇവൻ എങ്ങനെയാ അതിനകത്ത് അവിടെ ഇറങ്ങിയത്? ചുമ്മാ കുഞ്ഞു കളിക്കല്ലേ? നല്ല ഇടി കൂടുന്നു. അപ്പൊ ഈ ഭയങ്കരമായിട്ട് മഴ പെയ്യുവാണെങ്കിൽ അത് തുറന്നു വിടണ്ടേ? ഓവർഫ്ലോ ആകത്തില്ലേ വെള്ളം? അങ്ങനെ അങ്ങ് വീഴുവാണെങ്കിൽ തുറന്നു വിടും. ഒരെണ്ണം അങ്ങ് തുറക്കും. നീ അതിനകത്തോട്ടിരുന്ന് നീന്തി കുളിച്ചോ? മഴ പെയ്ത ജോസാനും സെഫിനും മെഫിനും എല്ലാം കൂടെ അവിടെ കിടന്ന് കുളിക്കും. അപ്പോൾ പണികളൊക്കെ ദാ ലാസ്റ്റ് ഘട്ടത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പം എന്താ മതിൽ തേപ്പാണ് നടക്കുന്നത്. ഇന്ന് 2 പേരേ ഉള്ളൂ. അധികം പ്രായമൊന്നും ഇല്ലാത്ത പിള്ളേരാണ്. ഇവർക്ക് പക്ഷേ നന്നായിട്ട് മലയാളം അറിയത്തില്ല. നേരത്തെ ഉള്ളതിൽ രാഹുലിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഇതിലെ ചുമന്നുടുപ്പിട്ട പയ്യന് കുറച്ചൊക്കെ മലയാളം അറിയാം. പക്ഷേ രാഹുൽ പറയുന്ന കണക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പറയത്തില്ല. എൻ്റെ ക്യാമറ ഉണ്ടല്ലോ കേടായെന്ന് തോന്നുന്നു. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നില്ലേ ചില ക്ലിപ്സ് എനിക്ക് കിട്ടുന്നില്ല എന്ന്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. റെക്കോർഡ് ആവുന്നതിനിടയ്ക്ക് അങ്ങ് ഹാങ് ആയി നിൽക്കുകയാണ്. ചിലത് റെക്കോർഡ് ആവുന്നില്ല. ഞാനത് ഇടയ്ക്ക് മേപ്പോട്ട് നോക്കുന്നത് റെക്കോർഡാവുന്ന അതിൻ്റെ ഈ ടൈം മുമ്പോട്ട് പോകുന്നത് കാണിക്കുക. അതിനകത്ത് 21, 22, 23 അതാണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നത് സ്റ്റക്ക് ആവുന്നുണ്ടോയെന്ന്. 3-4 വർഷമായി ക്യാനോൺ G7X Mark II ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നവർക്ക് നല്ലൊരു ക്യാമറയാണിത്. അല്ലെന്നുണ്ടെങ്കിൽ മൊബൈലിലാണെങ്കിലും നമ്മൾ വ്ളോഗ് ചെയ്യുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലാതെ കുക്കിംഗ് മാത്രമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതുപോലെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് സംസാരിക്കുന്നവർക്ക് മൊബൈല് കറക്റ്റായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഫ്രണ്ട് ക്യാം നോക്കി ഇതിനകത്ത് സംസാരിക്കുകയും ചെയ്യാം. ഇനി എന്ത് ചെയ്യാനാണ്? കാരണം ലോങ് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത് റെക്കോർഡ് ആവുന്നോ ഇല്ലയോ, ഇടയ്ക്ക് സ്റ്റക്ക് ആവുന്നോ എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, ഒരു 3-4 ദിവസമായിട്ടാണ് ഈ പ്രശ്നം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇന്ന് കറി വെക്കാനിടുന്നതിൽ മീൻകറിക്ക് ഞാൻ കുടംപുളിയല്ല യൂസ് ചെയ്യുന്നത്, ഇരുമ്പം പുളി ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ 1 വർഷമെങ്കിലും ആയി കാണും ഉണക്കി വെച്ചിട്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇരുമ്പം പുളി ഉള്ള സമയത്ത് അങ്ങ് ഇഷ്ടംപോലെ ഉണ്ടാവും. പറമ്പിൽ നോക്കിയാൽ വെറുതെ വീണ് അഴുകി പോന്ന കാണാം. അപ്പോൾ ഇത്തിരി ഒന്ന് മെനക്കെട്ടാൽ നമുക്ക് നല്ല വെയിലാണെങ്കിൽ ഒരു 2 വെയിലിൻ്റെ ആവശ്യമുള്ളൂ. നല്ലതുപോലെ ഉണങ്ങി കിട്ടും. ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്നാൽ മീൻ കറിക്കകത്തിടാം, അച്ചാറിടാം, എത്ര വർഷങ്ങൾ വേണേലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നല്ലതുപോലെ ഉണങ്ങി വെക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇത് ഞാൻ ഉണക്കി ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം രാവിലെ തന്നെ പാല് കാച്ചി ഇതാ തൈരാക്കാനായിട്ട് ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ടേ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലേ രാത്രി മീൻ വെട്ടി വെച്ചത്. അപ്പൊ ഇതെന്താണ്, കരിഞ്ചാളയെന്ന് പറയും. കുഞ്ഞു ചാളയാണ് കേട്ടോ. പക്ഷെ നല്ല ഫ്രഷ് ആയിരുന്നു. രാത്രി തന്നെ വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചത് കൊണ്ട് എളുപ്പമായി. രാവിലെ തന്നെ ഇതുപോലെ എടുത്ത് വെള്ളത്തിലിട്ടു. ഇനി ഡയറക്റ്റ് അങ്ങ് കറി വെച്ചാൽ മതിയല്ലോ. എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇപ്പോൾ എളുപ്പമായിട്ട് തോന്നുന്നത്. അപ്പോൾ തേങ്ങ അരച്ച് കറിക്ക് വേണ്ടി എന്താണ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളക് എല്ലാം അരിഞ്ഞു വെച്ചു. മസാലയ്ക്കായിട്ട് തേങ്ങ, മുളക് പൊടി, ലേശം ഉലുവാപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങ കൂടുതലാണെങ്കിൽ മല്ലിപ്പൊടിയുടെ ആവശ്യമില്ല കേട്ടോ. ലേശം മല്ലിപ്പൊടി ചേർത്താൽ മതി തേങ്ങ കൂടുതലാണെങ്കിൽ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇഞ്ചി, 2 കുഞ്ഞു കഷ്ണം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കാൻ എടുത്തതിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ അരച്ചെടുക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ അരച്ച് കറി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ? കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ചോറും കഴിച്ചു പോകും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ ചിന്തിക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറികൾ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ കൺട്രോൾ ചെയ്ത് വരുന്നതിനിടയ്ക്കായിരിക്കും എന്തെങ്കിലും ഒരു കൂട്ടാനോ കറിയോ വെക്കും, അന്ന് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിക്കുകയും ചെയ്യും. അങ്ങനെ കഴിക്കുക ഉള്ളതാണ് ഞാൻ ഈ മീൻ പീര പറ്റിച്ചത്, മീൻ തേങ്ങ അരച്ച് കറി,
പിന്നെ എന്തേലും തോരൻ, ചേനത്തോരൻ, കുമ്പളങ്ങ തോരൻ, തക്കാളി തോരൻ, പിന്നെ നമ്മുടെ വൻപയർ തോരൻ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് അറിയാതെ കൂടുതൽ കഴിച്ചു പോകും. അപ്പോൾ എൻ്റെ കൂട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ തേങ്ങ അരച്ച കറി ഇഷ്ടമാണെന്ന് പറയണേ. അവിടെ രണ്ടെണ്ണയിലും ഒരു വരി ആയാലും മതിയായിരുന്നു, ഒരു വരി ആയാലും മതിയായിരുന്നു. നാളെയും കൂടെ നിർത്താനോ? നാളെയും കൂടെ നിർത്താനോ? അപ്പം ഞാൻ ലാസ്റ്റ് ഇച്ചിരി കടുക് താളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ലേശം എണ്ണയെ ഒഴിക്കുന്നുള്ളൂ, ഒരു ടീസ്പൂൺ. അതിനുശേഷം തക്കാളിയും പച്ചമുളകും. അപ്പോൾ ഇത് ഇത്തിരി ഒന്ന് എണ്ണയുമായിട്ട് യോജിച്ചൊന്ന് വയളട്ടെ. ഒത്തിരി ഒന്ന് വയട്ടണ്ട, ഒരു 2-3 മിനിറ്റ് അത്രയും മതി. ഇനി നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ തേങ്ങ അരച്ചുകറി തന്നെ പല രീതിയിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ചാറിൻ്റെ കൊഴുപ്പിനനുസരിച്ച് വെള്ളം ചേർക്കാം, ഉപ്പ് ചേർക്കാം. ഇനി കഴുകി വെച്ചിരിക്കുന്ന ആ ഇരുമ്പമ്പുളി, ഇലിമ്പിപ്പുളി എന്ന് പറയും, ഇരുമ്പമ്പുളി എന്ന് പറയും. അപ്പം ഇങ്ങനെ ഈ ഇരുമ്പമ്പുളി ഇടുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഉപ്പിട്ടാണ് ഉണക്കി വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉപ്പ് ഇറങ്ങും, അതനുസരിച്ച് ഉപ്പ് ചേർക്കാവൂ. ഇന്ന് ചോറ് വെക്കണ്ട കേട്ടോ, കറികൾ മാത്രം വെച്ചാൽ മതി. അപ്പോൾ ആദ്യം കുടിക്കാൻ വെള്ളമാണ് തിളപ്പിച്ചത്. സാധാരണ ഞാൻ കുടിക്കാൻ വെള്ളം ഇൻഡക്ഷൻ കുക്കറിലാണ് തിളപ്പിക്കുന്നത്. ഇപ്പോൾ അടുപ്പ് കത്തിക്കുന്നുണ്ട്, അങ്ങനെ ഇൻഡക്ഷൻ കുക്കർ യൂസ് ചെയ്യാറില്ല. ഈ അടുപ്പിനകത്താണ് കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു കലം തിളപ്പിച്ചു, അത് ഈ പാത്രത്തിലോട്ട് മാറ്റിയ ശേഷം വീണ്ടും അടുത്ത ഒരു കലം കൂടി തിളപ്പിച്ചിടും. അപ്പോൾ രണ്ടാമത് തിളപ്പിക്കുന്നത് ആ ചൂടടപ്പത്ത് തന്നെ വെച്ചിരിക്കും. അപ്പോൾ ചൂടായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു. ഇനി ഇതിലേക്ക് മീൻ ഇടണം. സത്യം പറഞ്ഞാലേ മീൻ ഇടുന്നതിന് മുമ്പ് തന്നെ ഈ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മീൻ ഉപയോഗിക്കാത്തവരൊരു ഒഴിച്ചുകറിയായിട്ട് വേണമെന്നുണ്ടെങ്കിലും ഈ ചാറ് കൂട്ടി നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം. അതുപോലെ നല്ല രുചിയുള്ള ഒരു ഗ്രേവിയാണിത്. കഷ്ണങ്ങളെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് എത്രയും വറ്റിക്കണോ അത്രയും വറ്റിച്ചെടുക്കാം. കറി തിളച്ച ശേഷം കൊഴുപ്പ് കൂടുതലായിട്ട് തോന്നുന്നു, അതായത് ചാറ് കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളമേ ഒഴിക്കാവൂ, പച്ചവെള്ളം ഒഴിക്കരുത്. പച്ചവെള്ളം ഒഴിച്ചാൽ കറിക്ക് പച്ചവെള്ളത്തിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ കണ്ടിട്ട് പലരും ട്രൈ ചെയ്ത് എനിക്ക് കുറേ എന്താണ് പറയുന്നത്, ഒരിക്കലും ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല വെൻസിന്ന് വരെ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതായത് കടലയും ബീട്രൂട്ടും കൂടിയുള്ള ഒരു മെഴുക്ക് പുരട്ടി എന്ന് പറയാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കടല നേരത്തെ വേവിക്കുകയൊന്നും വേണ്ട. ഞാനിപ്പോൾ കടലയും ബീട്രൂട്ടും കൂടി ഒരുമിച്ച് ലേശം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അടച്ചു വെച്ച് ആവിയിൽ വേവിക്കുകയാണ്. ചില സമയത്ത് ഞാൻ ആദ്യം കടല ഇത്തിരി വേവിച്ച ശേഷം ബീട്രൂട്ട് ചേർക്കാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് വിടാറുണ്ട്. കടല അന്നേരം വേവുമോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. മെഴുക്ക് പുരട്ടിക്ക് ഒത്തിരി ഓവറായിട്ടൊന്നും വേവണ്ടല്ലോ, അപ്പോൾ ആ പരുവത്തിന് വെന്ത് കിട്ടിക്കോളും. ഇതിനകത്തേക്ക് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി വേണമെങ്കിൽ ചതച്ചിടാം, സവാള ഇടാം. ഞാൻ എപ്പോഴും ബീട്രൂട്ട് തോരൻ, ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി ഇതിനൊക്കെ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എപ്പോഴും പറയുന്നതാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. അപ്പോൾ എന്താ ഇതൊന്ന് അടച്ചു വെച്ച് ആവിയിൽ നല്ലതുപോലെ വേവട്ടെ. തീ കൂട്ടിയൊന്നും ഇട്ടിട്ടില്ല, മീഡിയവും സ്ലോയും അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. എപ്പോൾ തൊട്ടേ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കൊഴുപ്പ് അനുസരിച്ച് നമ്മുടെ കറിക്ക് എത്രയും കൊഴുപ്പ് വേണോ അതനുസരിച്ച് വറ്റിച്ചെടുക്കാം. ചട്ടിയാണ് ഇരുന്നും വറ്റും, അതായത് കുറുകും. അതനുസരിച്ച് എപ്പോഴും നമ്മൾ ചട്ടിയിലകത്ത് എന്ത് ചെയ്താലും ഓഫ് ചെയ്യാവൂ. ഇനിയിപ്പോൾ കടു താളിക്കണം, ആ സമയം കൊണ്ട് കുറച്ചുകൂടി ഒന്ന് വറ്റും. ഈ രീതിയിൽ കടു താളിച്ചിട്ട് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യത്തുള്ളൂ, ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ്. കുറേ പേര് നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി കൊണ്ട് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കടു താളിക്കാനായിട്ട് വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അതാണ് ടേസ്റ്റ്. മറ്റതിനകത്ത് ചെയ്താൽ ഞാൻ ഈ പറയുന്ന ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അത് വെളിച്ചെണ്ണ ചൂടായ ശേഷം ലേശം കടുകിട്ട് പൊട്ടിച്ച ശേഷം വേറെ ഒന്നും വേണ്ട, കൊച്ചുള്ളിയും കറിവേപ്പിലയും മാത്രം മതി നമുക്ക് താളിക്കാനായിട്ട്. കൊച്ചുള്ളി തന്നെ വേണം, സവാള ഉള്ളിയേക്കാളും ടേസ്റ്റ് കൊച്ചുള്ളിയാണ്. ആ കറിയുടെ യഥാർത്ഥ മണവും ടേസ്റ്റും കിട്ടണമെങ്കിൽ കൊച്ചുള്ളിയും വെളിച്ചെണ്ണയും തന്നെ വേണം. അപ്പോൾ എന്താ, ഈ ഒരു കറി വെച്ചാൽ പിന്നെ നമ്മുടെ വീട് മൊത്തം ഈ ഒരു വല്ലാത്തൊരു സുഗന്ധമായിരിക്കും. കൊച്ചുള്ളി ലേശം കൂടുതലും വേണേ. അപ്പോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ എല്ലാ റെസിപ്പിയും പറയുന്ന കണക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പ്ലീസ്. ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ ചെയ്തു.
അപ്പോൾ നമ്മുടെ ഹിന്ദിക്കാരെ പിള്ളേർക്ക് കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഇന്നലെ ഉണക്കമീൻ കറി കൊടുത്തപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന്. കാരണം എത്രയൊക്കെയാണെങ്കിലും ആ ഉണക്കമീൻ നമ്മളൊരു കേരളക്കാരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ അത് അവർ നന്നായിട്ട് കൂട്ടി. അപ്പൊ നന്നായിട്ട് കടുക് താളിച്ച ശേഷം ഈ മീൻകറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉടനെ അങ്ങ് അടച്ചു വെച്ചേക്കുക. അപ്പൊ വെള്ളമൊക്കെ വറ്റി കടലയൊക്കെ വെന്ത ശേഷമാണ് നമ്മൾ എണ്ണ ചേർക്കുന്നത്. എണ്ണ ഒത്തിരി വേണ്ട. ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിക്ക് എണ്ണ ഇത്തിരി കൂടിയാൽ ഭയങ്കര എണ്ണമയമായിരിക്കും. അത് കണക്കാക്കി ഒഴിക്കാവൂ. അതിന് ശേഷം ലാസ്റ്റിലാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കുന്നത്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ വരട്ടിയെടുക്കും. ബീട്രൂട്ട് എത്രയും വേവണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഇത്തിരി ക്രിസ്പി പോലെ വേണോ, ഒത്തിരി അങ്ങ് മൂക്കണോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ കടല ഇനിയും വേവാൻ ബാക്കിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറു തീയിലിട്ട് അടച്ചു വെച്ച് തന്നെ വേവിക്കണം, എങ്കിലേ കടല വേവത്തുള്ളൂ. അപ്പൊ ഇതിപ്പോ കടല നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിനി അടച്ചിടുന്നില്ല. ഒരു ഇത്തിരി നേരം ആ എണ്ണയുമായിട്ടൊന്ന് യോജിപ്പിച്ച്, എണ്ണ ഒഴിച്ച് ഉടനെ എടുക്കരുത്, ഇത്തിരി നേരം എണ്ണയ്ക്കകത്ത് അത് കിടന്നൊന്ന് മൊരിയണം. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് മീൻകറിയും മെഴുക്ക് പുരട്ടി. അപ്പൊ ഇന്ന് ചായയോടൊപ്പം കാച്ചിപ്സ് ആണ് കൊടുക്കുന്നത്. ജോസം കുറച്ചു മുമ്പേ കൊട്ടാരക്കര വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴിയിലിട്ട് ഇതുപോലെ വിൽക്കുന്നെന്ന് പറഞ്ഞു 3 കിലോ 100 രൂപ. നല്ല ഏത്തക്കയായിരുന്നു. അതിൽ നിന്ന് 4-5 എടുത്ത് ചിപ്സ് ആക്കാമെന്ന് വെച്ചു. അപ്പൊ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഉഴുന്നും കൊണ്ട് ഉഴുന്നുവട അല്ലാതെ ബജിയ ഉണ്ടാക്കുന്നതിനപ്പോ നിശ ഒരു കമന്റ് ഇട്ടായിരുന്നു, തുളയില്ലാത്ത ഉഴുന്നുവട കൊള്ളാന്ന്. അപ്പൊ എന്നും തുളയില്ലാത്ത ഉഴുന്നുവട കൊടുത്താൽ അവർക്കും എന്തോ വിചാരിക്കും. അതുകൊണ്ട് ഓരോ ദിവസം മാറി മാറി കൊടുക്കാമെന്ന് വെച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയ്യോ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷമാണോ ഈ വീഡിയോ എടുക്കുന്നതെന്ന്. അങ്ങനെയല്ല, ആ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്തത്. പക്ഷേ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ എടുത്ത വീഡിയോയാണ്. പക്ഷെ വോയിസ് ഓവർ പിന്നാണല്ലോ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ കമന്റുകൾ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ വീഡിയോയും ചെയ്യുന്നത്. അല്ലെന്നുണ്ടെ പിന്നെ പറയാന്ന് വെച്ചാൽ പിന്നെ അങ്ങ് മറന്നു പോകും കേട്ടോ. അപ്പൊ നിഷ ഇട്ട ആ കമന്റ് എനിക്ക് ഇത്തിരി തമാശയായിട്ട് തോന്നി, തുളയില്ലാത്ത ഉഴുന്നുവട. അതുപോലെ കഴിഞ്ഞ ദിവസം ഉണക്കമീൻ കറിയുടെ ഇട്ടപ്പോ ഒത്തിരി പേര് പല കോമ്പിനേഷനും പറഞ്ഞു കേട്ടോ. ശരിയാണ്, ചക്കക്കുരു കൂട്ടി വീട്ടിലും വെച്ചിട്ടുണ്ട്. ഞാനതങ്ങ് മറന്നുപോയി. ചക്കക്കുരു മാങ്ങയിട്ട് ഉണക്കമീൻ കറി, അതുപോലെ തന്നെ തക്കാളി ഇട്ടിട്ട്, മാങ്ങ ഇട്ടിട്ട്, അല്ലെങ്കിൽ ചേമ്പുംതാൾ ഇട്ടിട്ട്, ഇതൊക്കെ ഞാൻ കൊച്ചിലെ കഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. പുതിയതായിട്ട് ചില കോമ്പിനേഷൻ എനിക്ക് കിട്ടി. കുമ്പളങ്ങ, വെണ്ടയ്ക്ക, അതുപോലെ തന്നെ ഓമയ്ക്ക, പപ്പായ, പിന്നെ വഴുതനങ്ങ. അപ്പൊ ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന സമയം വരെ ഇത്രയും കമന്റുകളാണ് ഞാൻ കണ്ടത്. അപ്പൊ ഇതൊക്കെ എനിക്ക് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പൊ പഴയ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഓർമ്മയാണ്, ഞാൻ ബോംബെന്ന് വന്ന സമയത്ത് 1 വർഷം കഴിഞ്ഞു, ഇതുപോലെ ലാഭത്തിന് കിട്ടുന്ന സമയമായിരുന്നു. 5 കിലോ 100 രൂപയൊക്കെ ആയിരുന്നു അന്ന്. അപ്പോ 8-9 കിലോ ഒരുമിച്ചൊരു ഉരുളിക്കകത്ത് വറുത്ത നിങ്ങൾ കണ്ടു കാണും. അതുകൊണ്ട് പിന്നെ കാച്ചിപ്സ് ഉണ്ടാക്കാൻ ഞാൻ എക്സ്പേർട്ടാണ്. അന്ന് മുറ്റം വിശാലമായ ഷോറൂം പോലെ കിടക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ മുറ്റം ഇല്ലല്ലോ. അവിടെ ഒക്കെ ഇപ്പം സ്റ്റോറും വർക്ക് ഏരിയയൊക്കെ ആയി. പലരും പറയുന്നതാണ് കാച്ചിപ്സ് ഉണ്ടാക്കുമ്പോൾ തണുത്തു പോകുന്നു എന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് മൊരിച്ചെടുത്തിട്ട് ലാസ്റ്റില് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അങ്ങനെ തണുത്തു പോകുന്നു എന്ന് പറയുന്നവര് ലാസ്റ്റില് ഉപ്പുനീര്, കുറച്ച് ഉപ്പുപൊടി വെള്ളത്തിൽ കലക്കിയ ശേഷം ആ ഉപ്പുനീര് ഒഴിക്കുമ്പോൾ മാറി നിൽക്കണം, പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്തിരി ഒഴിച്ചിട്ട് ആ പത അടങ്ങുന്നത് വരെ അങ്ങനെ ഇട്ടേക്കണം. അതിന് ശേഷമേ ഇളക്കാവൂ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. അന്നേരം നല്ലപോലെ മൊരിഞ്ഞു കിട്ടും. അതായത് നമ്മൾ ഉപ്പുനീര് വെള്ളം തളിക്കുമ്പോഴേ ആ ഈർപ്പം എല്ലാം അങ്ങ് വലിച്ചെടുക്കും. അപ്പൊ ഈ ചിപ്സിനും ലാസ്റ്റില് ഉപ്പുനീര് ഒഴിച്ചിട്ടതിന് ശേഷമാണ് ഞാൻ കോരിയെടുത്തത്. ഉപ്പുനീര് ഒഴിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ പ്രാവശ്യം ഒരു കഴിച്ചു നോക്കിയ ശേഷമേ ഉപ്പ് ഒഴിക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ ഓവറായി പോവും. അങ്ങനെ പറഞ്ഞ് ചിപ്സ് എല്ലാം റെഡിയാക്കി. ഞങ്ങൾ അരകല്ല് പുറത്താക്കിയേ. മറ്റേ അകത്തെന്ന് പറയുന്നത് ഭയങ്കര കൺജസ്റ്റ് ആയിരുന്നു. പാത്രം ഒന്നും കഴുകാൻ പറ്റില്ല, തേങ്ങ നല്ലപോലെ തിരുമാൻ പറ്റില്ല. അരച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും നല്ലതുപോലെ കഴുകാനും ബുദ്ധിമുട്ട്. അതുകൊണ്ട് വിചാരിച്ചു എങ്കിൽ പിന്നെ പുറത്ത് കിടക്കട്ടെ. മറ്റേത് അങ്ങനെ കൺജസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അരയ്ക്കാൻ തന്നെ അങ്ങ് മടിയാണ്. കാരണം അത് നല്ലതുപോലെ കഴുകാൻ പറ്റത്തില്ല, അകം മൊത്തവും വെള്ളമാകും. കാരണം അരകല്ലൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി സൈഡിലൊക്കെ അരപ്പുണ്ട് അതെല്ലാം കഴുകി നീറ്റാക്കി ഇടണമല്ലോ. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ ഇവിടെ ഇതിനു വേണ്ടി സ്പേസ് മാറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒരു ഫോൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴുകുമ്പോഴേ ചിലപ്പോൾ ഈ ഭിത്തിയിൽ കൂടെ വെള്ളം ഒഴുകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല. 4 സൈഡും തിട്ട പോലൊക്കെ കൊടുത്ത് വെള്ളം ഒഴുകി പോകാൻ പോലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പണിയുണ്ട് അതിനകത്ത്, പെട്ടെന്ന് തീരത്തില്ല. പിന്നെ ഒത്തിരി ഒന്നും അരയ്ക്കുന്നില്ല, അത്യാവശ്യത്തിന് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കട്ടെ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചു. ഇനി സൈഡിലോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ട് ബെഞ്ചിന്റെ അവിടെ ഇരിക്കുന്നിടത്തോ ഒന്നും വെള്ളം പോകാത്ത രീതിയിൽ അത്യാവശ്യം ഒരു നല്ല സ്ലോപ്പ് ഇട്ട് തന്നെ ചെയ്തേക്കുന്നത്.
അല്ലെങ്കിൽ പിന്നെ ചെറിയ ടൈലിന്റെ പീസ് എങ്ങാനും എടുത്ത് ഇച്ചിരി കട്ടിക്ക് മറ്റേ സൈഡിലെല്ലാം ഒന്ന് വെച്ച് കൊടുക്കണം. പിന്നാക്കാമെന്ന് വെച്ചു അതൊക്കെ. അപ്പൊ ഇവിടുന്നാണ് അരകല്ല് അങ്ങോട്ട് എടുത്ത് മാറ്റിയതേ. പരുവത്തിനുള്ള ഒരു ടൈല് വെക്കാമെന്ന് വെച്ചപ്പോൾ കറക്റ്റ് പരുവത്തിലുള്ളത് കിട്ടിയില്ല. അപ്പൊ ജോസൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇങ്ങനെ തേച്ചിടാം, അതിനുശേഷം കറുത്ത പെയിന്റ് അടിക്കാമെന്ന്. കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് ഈ അരകല്ല് ഇവിടുന്ന് മാറ്റണമെന്ന്. എന്തായാലും അതങ്ങ് നടന്നു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും വിശേഷങ്ങൾ കമന്റ് ഇട്ട് അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ പലപ്പോഴായിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ ഓരോ വ്ളോഗിൽ കൂടി ഉത്തരം തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.